Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ, നമുക്കിന്നലെ US മാർക്കറ്റിലോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് ഒരു നേരിയ രീതിയിലൊക്കെയുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു US മാർക്കറ്റായിരുന്നു. ഡൗ ജോൺസ് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് എടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. S&P 500 0.27% ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്കിൽ 0.5% ഒരു ഇടിവുമാണ് കാണാൻ സാധിച്ചത്. US മാർക്കറ്റിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 42,800 റെസിസ്റ്റൻസ് ആയിരുന്നു കുറെ ആഴ്ചകളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നലെ ഡൗ ജോൺസ് ഇൻഡെക്സിന് ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചെങ്കിലും പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഡൗ ജോൺസ് ഇൻഡെക്സിന് നേടാൻ സാധിച്ചില്ല. അതിനെ തുടർന്നായിരുന്നു ഇന്നലെ നമുക്കൊരു ഫ്ലാറ്റ് ക്ലോസ് നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 43,200, സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 42,400 പോയിന്റും ആയിരിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ നമുക്കൊരു മിക്സഡ് പെർഫോമൻസ് ആയിരുന്നു ടെക് ഭീമന്മാരിൽ നിന്ന് ലഭിച്ചത്. സോ അതിനെ തുടർന്ന് 22,000 പോയിന്റ് റെസിസ്റ്റൻസ് എത്തിയപ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ഇന്നത്തെ മാർക്കറ്റിൽ നാസ്ഡാക്ക് ഇൻഡെക്സിലോ ടെക് മേജർ സ്റ്റോക്സിലോ ഒന്നും തന്നെ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 21,500 സപ്പോർട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, ക്രൂഡിലോട്ട് വരുമ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇന്ന് നമുക്കൊരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ബ്രെൻഡിൽ നമുക്ക് 0.8% ഇടിവും WT ക്രൂഡിൽ 0.7% ഒരു ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് കമ്മോഡിറ്റിയിൽ നമുക്കൊരു നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ക്രൂഡിന്റെ കേസിൽ ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ക്ലോസ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. പ്രേക്ഷകർ ഓർക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് $63-64 റെസിസ്റ്റൻസ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ പിന്നീട് സെറ്റ് ചെയ്തിരുന്ന ടാർഗറ്റ് $68 ആയിരുന്നു. ഇന്നലെ ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം നമുക്ക് 68ന്റെ മുകളിൽ ക്രൂഡ് ഓയിലിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നേരിയ ഇടിവ് വെറും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. ബട്ട് നമ്മൾ ആ സിഗ്നലിന് വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യണം. ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്കിന്ന് നേട്ടം കാണുന്നുണ്ട്. 3,374 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് ഏപ്രിൽ മാസമായിരുന്നു. ഏതായാലും അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു നേരിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെയാണ് ഗോൾഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഗോൾഡിൽ താങ്കൾ ഇനി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? സോ സ്വർണത്തിന്റെ കേസിലും ഇന്നലെ തന്നെ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിച്ചു. $3,375 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോഴേക്കും വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിരുന്നു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നിലനിർത്താൻ സാധിക്കും. 3,365 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി സ്വർണത്തിന്റെ കേസിൽ ഏറ്റവും മേജറായിട്ട് റെസിസ്റ്റൻസ് 3,410 അതിന് ശേഷം 3,425 ആയിരിക്കും. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്നലെ നിഫ്റ്റി 50യിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലൊക്കെ ഉള്ള ഒരു നേട്ടം മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. 37 പോയിന്റിൻ്റെ നേട്ടത്തിൽ 25,141 എന്നൊരു നിലയിലാണ് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് എടുത്തത്. ഇന്നലെ മാർക്കറ്റ് നോക്കുമ്പോൾ തുടക്കത്തിൽ ഒരു നേട്ടം 0.5%-യൊക്കെ അടുത്തേക്കൊക്കെ പോയിരുന്നെങ്കിലും പിന്നീട് ഒരു ക്ലോസിങ്ങിനോട് അടുക്കുമ്പോൾ മാർക്കറ്റ് തിരിച്ച് താഴോട്ട് തന്നെ വന്ന ഒരു ഫ്ലാറ്റ് നോട്ടിൽ ഒരു ക്ലോസിംഗ് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50യിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി 50യുടെ പ്രോബ്ലം ഞാൻ കാണുന്നത് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലെ പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 25,300 പോയിന്റ് ആയിരിക്കണം. 25,300 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് നിഫ്റ്റി 50യിൽ ഒരു ശക്തി കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 24,900 പോയിന്റിന്റെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്നലെ ഏകദേശം 169 പോയിന്റിൻ്റെ ഒരു ഇടിവിൽ 56,459 എന്നൊരു നിലയിലുള്ളൊരു ക്ലോസിംഗ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. അതിൽ നല്ലൊരു ഇടിവിലുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി സ്വീകരിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്.
അത് HDFC ബാങ്ക് ആകട്ടെ, ആക്സിസ് ആകട്ടെ, ICICI ബാങ്ക് ആകട്ടെ, എല്ലാ മേജർ ബാങ്കിങ് സ്റ്റോക്സിലും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും എടുക്കാൻ നോക്കരുത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 55,900 പോയിന്റിലായിരിക്കും സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് കേരള ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള കിറ്റെക്സിനെ പറ്റിയാണ് അറിയേണ്ടത്. 1.95% ഒരു ഇടിവിലാണ് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് കണ്ടത്. 282 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. നമുക്ക് സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 മാസങ്ങളിൽ, അതായത് മാർച്ച് തൊട്ട് സ്റ്റോക്കിൽ നമുക്കൊരു വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ഒരു മാസം പുതിയൊരു ഓൾ ടൈം ഹൈ കിറ്റെക്സ് ക്രിയേറ്റ് ചെയ്തതായിട്ടും കാണുന്നുണ്ട്. കിറ്റെക്സിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കിറ്റെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് മെയ് അവസാനത്തോടു കൂടി ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സോ വി ഹാവ് ഗോട്ട് ടു വെയിറ്റ് ഫോർ എ ന്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ഇന്നത്തെ വ്യാപാരത്തിൽ എനിക്ക് പുതിയ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവച്ച ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 272 രൂപ. അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് ഇൻഡസ് ടവർ ആണ്. ഇൻഡസ് ടവറിൽ ഇന്നലെ 1.39% ഒരു ഇടിവാണ് കണ്ടത്. 387 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. ഏതായാലും സ്റ്റോക്കിനെ സംബന്ധിച്ച് നമുക്ക് കാണുന്നത് ഏപ്രിൽ മാസത്തിൽ ഒരു 22% ഒരു കുതിപ്പ് സ്റ്റോക്ക് നടത്തിയതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ മാസത്തിൽ നേരിയ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു സ്റ്റോക്ക് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? ഇൻഡസ് ടവറിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡ് ഒരു അല്പം വീക്ക്നെസ്സും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 384 രൂപയിൽ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നത്തെ ട്രേഡിലെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 403 രൂപയിലാണ് കാണുന്നത്. ഇനി ഒരു സ്റ്റോക്കുള്ള നമുക്ക് ബജാജ് ഗ്രൂപ്പിൽ നിന്നുള്ള ബജാജ് ഫിനാൻസിനെ പറ്റിയാണ് അറിയേണ്ടത്. 0.76% ഒരു ഇടിവിൽ 9425 എന്നൊരു നിലയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് പുതിയ ഒരു ഓൾ ടൈം ഹൈ ഈ ഒരു മാസം ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ബജാജ് ഫിനാൻസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബജാജ് ഫിനാൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണുന്നില്ല. കൈവശം നമ്മളൊരു ട്രേഡിംഗ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 9350 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അറിയേണ്ടത് സൂര്യ റോഷ്നി എന്ന് പറയുന്ന സ്റ്റോക്കിനെ പറ്റിയാണ്. ഇന്നലെ ഒരു 0.5% ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 343 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് ജനുവരി 2024 അതിനുശേഷം പിന്നീട് അങ്ങോട്ട് സ്റ്റോക്കിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ബോട്ടം നമുക്ക് പിന്നീട് കണ്ടത് കഴിഞ്ഞ ഒരു ഫെബ്രുവരി ആയിരുന്നു. എന്നാൽ മാർച്ച് തുടങ്ങി സ്റ്റോക്ക് ഇപ്പോൾ മുന്നോട്ട് ഒരു കുതിപ്പ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. മാർച്ച് തുടങ്ങി ഇതുവരെ ഇപ്പോൾ സ്റ്റോക്ക് ഓൾറെഡി ഏകദേശം ഒരു നേട്ടം നോക്കുമ്പോൾ വളരെയധികം ഒരു കുതിപ്പ് നടത്തിയതായിട്ടാണ് ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. സൂര്യ റോഷ്നിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? സൂര്യ റോഷ്നി ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്ക് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും മാർച്ച് മാസത്തിന് ശേഷം നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 365 രൂപയിലാണ് കാണുന്നത്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ഇന്നത്തെ ട്രേഡിലെ ലോ റിസ്ക് ആയിട്ട് പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഇനി NHPCയെ പറ്റിയാണ് അറിയേണ്ടത്. ഇന്നലെ 0.5% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ജൂൺ 2024 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ അതിനുശേഷം ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് ഇപ്പോൾ മാർച്ചിന് ശേഷം നേരിയ ഒരു കറക്ഷൻ മോഡിൽ നിന്ന് ഒരു മുകളിലോട്ട് ഉയരുന്നതായിട്ടുള്ള ഒരു സാധ്യത സ്റ്റോക്കിൽ ഈ ഒരു ചാർട്ടിൽ കാണുന്നുണ്ട്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് ഈ ഒരു സ്റ്റോക്ക്? NHPCയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിന് 90-95 ആ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് 93 രൂപ 50 പൈസ ആ ഒരു ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 84 രൂപയുടെ സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം.
ഇനി നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പറ്റിയാണ് അറിയേണ്ടത്. 2.81% ഒരു ഇടിവാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 2194 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളെ ഒരു നേട്ടം രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ഒരു 22% നേട്ടം കൂടി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ഒരു വീക്ക് നോക്കുമ്പോൾ ഒരു 8% കറക്ഷൻ ഇപ്പോൾ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇനി എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഈ സ്റ്റോക്ക് ഒരു നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷനാണ് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കറക്ഷൻ ആയിരിക്കണം നമ്മൾ പുതിയ ബൈങ് അവസരമായിട്ട് കരുതേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറക്ഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 2120, 2160 ഈ റേഞ്ചിലാണ് സപ്പോർട്ട് കാണുന്നത്. ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ ഈ സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം നമുക്കൊരു ബൈങ് അവസരം കണ്ടെത്താം. ഇനി ബ്ലൂ സ്റ്റാറിനെ പറ്റിയാണ് അറിയേണ്ടത്. ബ്ലൂ സ്റ്റാർ ഇന്നലെ 0.5% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത്. സ്റ്റോക്ക് 1633 എന്നൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏകദേശം ഓൾ ടൈം ഹൈയിൽ നിന്നൊരു 33% ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലൂ സ്റ്റാറിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബ്ലൂ സ്റ്റാറിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ സ്റ്റോക്കിലെ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 1730 രൂപയിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സാർ, നമുക്കിനി പ്രൈവറ്റ് ബാങ്കിങ് സെക്ടർ എന്നുള്ള ICICI ബാങ്കിനെ പറ്റിയാണ് അറിയേണ്ടത്. നമുക്ക് ഈ ഒരു ബാങ്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 1431 എന്നൊരു നിലയിലാണ് ക്ലോസിംഗ് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഒരു മികച്ച നേട്ടം രേഖപ്പെടുത്താൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ടും കാണുന്നുണ്ട്. ICICI ബാങ്കിൽ നമ്മൾ ഇനി എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? മുന്നോട്ടൊരു കുതിപ്പാണോ അതോ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണോ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ICICI ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നമ്മൾ HDFC ബാങ്കിന്റെ കേസിൽ കണ്ടതുപോലെ കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിലും പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന 1380 രൂപയിൽ എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് പുതിയ ബൈങ് അവസരം അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന് 1470 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി അറിയേണ്ടത് സീക്വൻറ്റിനെ പറ്റിയാണ്. കമ്പനിയുടെ പേര് സീക്വൻറ്റ് സയൻറ്റിഫിക് ലിമിറ്റഡ്. 199 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് കാണുന്നത്. ഇന്നലെ 5% ഒരു കുതിപ്പ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഒരു ട്രേഡിംഗ് നടത്തിയതായിട്ട് കാണുന്നത്. ഏതായാലും മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ ഏപ്രിൽ തൊട്ട് സ്റ്റോക്ക് ഒരു മികച്ച നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ മാസവും വലിയൊരു കുതിപ്പ് സ്റ്റോക്ക് നടത്തിയിട്ടുണ്ട്. സീക്വൻറ്റിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? സീക്വൻറ്റിന്റെ കേസിൽ ആദ്യം തന്നെ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ല ബൈങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇന്നലെ ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് പുതിയൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ 3 റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 210, 220, 240. സാറിനെ അറിയേണ്ടത് ടെലികോമിൽ നിന്നുള്ള ഐഡിയയെ പറ്റിയാണ്. 6 രൂപ എന്നൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 0.43% ഒരു ഇടിവായിരുന്നു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചാലും വാർത്തകളിൽ ഇപ്പോൾ വലിയ രീതിയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കമ്പനി സ്റ്റോക്ക് കൂടിയാണ് ഈ ഐഡിയ എന്ന് പറയുന്നത്. ഐഡിയയിൽ ഇനി നമ്മൾ എന്താണ് ട്രേഡിങ്ങിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്? വിഷ്ണു, ഐഡിയയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ ഒത്തിരി പ്രോബ്ലം ഉണ്ട്. നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ സബ്സ്ക്രൈബർ ബേസിൽ കഴിഞ്ഞ 2-3 ക്വാർട്ടേഴ്സ് ആയിട്ട് ഒത്തിരി നെഗറ്റീവ് വാർത്തകളാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നിന്നും ഈ കമ്പനിക്ക് പുറത്തോട്ട് വരാൻ സാധിക്കുമെന്നും നമുക്ക് ഒരു കോൺഫിഡൻസും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ മൊമെന്റ് ചാർട്ട് പാറ്റേൺ സ്റ്റഡി ചെയ്യുമ്പോഴും ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഇതിന്റെ ബോട്ടം കണ്ടു എന്നും സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിലെ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക.
ഇനി നമുക്ക് LICയെ പറ്റിയാണ് അറിയേണ്ടത്. നമ്മുടെ മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡിൽ തന്നെ നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ വലിയ രീതിയിലുള്ള സാധ്യത പറഞ്ഞൊരു സ്റ്റോക്കായിരുന്നു. അതിൽ സ്റ്റോക്ക് കഴിഞ്ഞ മാസം തന്നെ ഏകദേശം ഒരു 20% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി LICയിൽ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? LICയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 975 രൂപയിലാണ് കാണുന്നത്. 975 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് ലെവൽ 1000, 1025, 1050 ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 940 രൂപയുടെ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഡിസ്ക്ലോഷർ, എനിക്ക് ഓൾറെഡി LICയിൽ നിലവിൽ ഒരു ലോങ് പൊസിഷൻ ഉണ്ട്. സാറിനെ അറിയേണ്ടത് സമീറ ആഗ്രോയെ പറ്റിയാണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ 2024 ജനുവരിയിലായിരുന്നു ഒരു ലിസ്റ്റിംഗ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തി. അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു ഇടിവൊക്കെ ആയിരുന്നു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോഴൊരു ഏപ്രിൽ 2025 ഒരു ബോട്ടം കണ്ട പോലെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നമുക്ക് ചെറിയ രീതിയിൽ കാണുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 3 മാസങ്ങളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മാസം ഒരു 17% ഒരു കുതിപ്പും സ്റ്റോക്ക് നടത്തിയിട്ടുണ്ട്. സമീറയിൽ ഇനി എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? Vishnu, Samira is a penny stock. It's a small cap stock. ആൻഡ് ഈ സ്റ്റോക്കിലെ കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സ്റ്റോക്കിൽ ട്രേഡിംഗ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. പല ദിവസങ്ങളിലും ഈ സ്റ്റോക്കിൽ അപ്പർ സർക്യൂട്ടും അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ ഇത് ലോവർ സർക്യൂട്ടിലും ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇത്തരം സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പല തവണയും നമ്മൾ പെട്ടുപോകുന്നത്. സോ ബി വെരി വെരി കെയർഫുൾ. ഇനി അറിയേണ്ടത് അശോക് ലൈലാൻഡിനെ പറ്റിയാണ്. സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ എടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് 2024. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈക്ക് തൊട്ടടുത്ത് തന്നെയായിട്ട് ഏകദേശം ഒരു 10% താഴെ കൂടി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്നതാണ്. അശോക് ലൈലാൻഡിൽ എന്താണ് താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ? ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ടോ? താങ്കൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അശോക് ലേലൻഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൽ തിരിച്ചൊരു റിക്കവറി കാണണമെങ്കിൽ 245 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്കിന് ക്ലോസ് ചെയ്യാൻ സാധിക്കണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 252. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. സാർ, ഇന്നലെ വലിയ രീതിയിൽ ഒരു കുതിപ്പ് രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്കായിരുന്നു സുല വൈനാഡ്സ്. ഇന്നലെ 8% ഒരു കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. ഏതായാലും ഇന്നലത്തെ മാർക്കറ്റിൽ ഇതിനെ സംബന്ധിച്ചൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വന്നതെന്ന് പറയുന്നത് എക്സൈസ് ഡ്യൂട്ടി സംബന്ധമായ ചില ഇളവുകൾ എന്നുള്ളൊരു ന്യൂസിനെ തുടർന്നൊക്കെ ഇന്നലെ ഒരു കുതിപ്പാണ് കണ്ടത്. 320 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് സ്റ്റോക്കിൽ കാണുന്നത്. കഴിഞ്ഞ ഒരു 3 മാസമായി നേരിയ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലോസിംഗ് എടുക്കാനും സുലയ്ക്ക് സാധിക്കുന്നുണ്ട്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു സ്റ്റോക്കിൽ എന്താണ്? വിഷ്ണു, സുല വൈനാഡിന്റെ ഫിനാൻഷ്യൽസ് കഴിഞ്ഞ 2-3 ക്വാർട്ടേഴ്സിൽ വളരെ നല്ലതല്ലായിരുന്നു. അതിനെ തുടർന്നായിരുന്നു ഈ സ്റ്റോക്കിൽ വലിയൊരു ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിന്റെ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത് 700 രൂപയും ആൻഡ് ഇതിന്റെ ഓൾ ടൈം ലോ അറൌണ്ട് 242 റുപ്പീസ്. ബട്ട് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകൾക്കിടെ ഈ സ്റ്റോക്കിൽ ഒരു നേരിയ ബൈങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 370 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സാറിനെ അറിയേണ്ടത് ടൻല പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. ഇന്നലെ 1% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 622 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസം നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ടൻലയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടെൻലയുടെ കേസിൽ നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം നല്ലൊരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബുള്ളിഷ്. ബട്ട് ലോങ് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ സ്റ്റോക്കിൽ 2 പോസിബിലിറ്റീസ് അടുത്ത 2-3 സെഷൻസിൽ സാധ്യതയുള്ളത്. നമ്പർ 1 പോസിബിലിറ്റി, ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കും. അങ്ങനെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 580 മുതൽ 600 ഈ ഒരു റേഞ്ചിലായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്ന്. ആ റേഞ്ചിലെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ലോ റിസ്കിൽ ലഭ്യമാകും. അറ്റ് ദ സെയിം ടൈം ആ അത്രയും വലിയൊരു കറക്ഷൻ പോകാതെ പെട്ടെന്ന് അടുത്ത 2-3 സെഷൻസിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ടെങ്കിൽ
നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 645. 645ന്റെ മുകളിൽ ഈ ആഴ്ച ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ് വിൽ ബി എ ബുള്ളിഷ് ബ്രേക്ക്ഔട്ട്. സർ, നമുക്ക് ഇനി അടുത്ത് അറിയേണ്ടത് FMCG നിന്നുള്ള ഡാബറാണ്. 0.62% ഒരു ഇടിവാണ് സ്റ്റോക്കിൽ കാണുന്നത്. 486 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ഒരു ഓൾ ടൈം ഹൈ സെപ്റ്റംബർ 2024 രേഖപ്പെടുത്തിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവാണ് സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഷോർട്ട് ടൈമിലുള്ള ഒരു ഇടിവിൻ്റെ ഒരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് ഈ ഡാബറിൽ? Unfortunately, Dabur is an underperformer. സ്റ്റോക്ക് ഇൻ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 525 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഇനി നമുക്ക് LICക്ക് പുറമെ മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു വ്യൂ കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. HDFC ലൈഫാണ് അറിയേണ്ടത്. 0.2% ഒരു നേട്ടത്തിൽ 764 എന്നൊരു നിലയിലാണ് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 മാസങ്ങളിലായി സ്റ്റോക്ക് ഒരു കുതിപ്പ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതായാലും ഈ ഒരു സ്റ്റോക്കിൽ ഇനി മുന്നോട്ട് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? HDFC ലൈഫിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 783 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ഷോർട്ട് ടേമിൽ വീണ്ടും നമുക്ക് നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ശ്രീറാം ഫൈനാൻസ് ആണ് നമ്മുടെ അടുത്ത വാച്ച് ലിസ്റ്റിലുള്ള ഒരു സ്റ്റോക്ക്. ഇന്നലെ 2% ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 686 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ഏതായാലും സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈയുടെയൊക്കെ ഒരു തൊട്ടടുത്തായിട്ടുള്ളൊരു നിലയിൽ തന്നെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ശ്രീറാം ഫൈനാൻസിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ശ്രീറാം ഫിനാൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. സ്റ്റോക്കിന് ഒരു വളരെ മേജർ റെസിസ്റ്റൻസ് 720, 730 ആ ഒരു റേഞ്ചിൽ തന്നെ ലോങ് ടേം ഓൾ ടൈം ഹൈ നിലനിൽക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 720, 730 ആ ഒരു റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാറിനെ അറിയേണ്ടത് വിഷ്ണു കെമിക്കൽസിനെ പറ്റിയാണ്. 1.47% ഒരു കുതിപ്പാണ് സ്റ്റോക്ക് ഇന്നലെ രേഖപ്പെടുത്തിയായിട്ട് കാണുന്നത്. മാത്രമല്ല സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 28% ഒരു റിട്ടേണും ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു കെമിക്കൽസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്ക് നമുക്ക് മെയ് മാസത്തോടെ അവസാനത്തോടു കൂടെയായിരുന്നു നമുക്കൊരു ബ്രേക്ക് ഔട്ട് നൽകിയത്. ആൻഡ് അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇന്നലത്തെ ട്രേഡിംഗിലായിരുന്നു ഈ സ്റ്റോക്ക് നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ നൽകിയത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 550 രൂപയായിരിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസബിൾ അല്ല. ഇനി അറിയേണ്ടത് റൂട്ട് മൊബൈൽ ലിമിറ്റഡിനെ പറ്റിയാണ്. ഇന്നലെ 0.08% ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തി 1027 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഇപ്പോഴും ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു നേരിയ തോതിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റൂട്ട് മൊബൈലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ ഈ സ്റ്റോക്ക് 1070 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 940 രൂപ. സാറിന് അവസാനമായി ചോദിക്കാനുള്ളത്, ഏതായാലും നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു വ്യൂ പറഞ്ഞ സ്ഥിതിക്ക് GRSയുടെ ഒരു വ്യൂ കൂടി താങ്കൾ പറയാം. ഇന്നലെ ഒരു 4% ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. കാരണം ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് GRS ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് GRSയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ? വിഷ്ണു പറഞ്ഞത് ശരിയാണ്. GRSയുടെ കേസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കഴിഞ്ഞ 4 സെഷൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ we have to wait for the profit taking to be completed. ഈ സ്റ്റോക്കിന്റെ ഏറ്റവും മേജർ സപ്പോർട്ട് 2700 രൂപയിലാണ് കാണുന്നത്. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് പുതിയ ലോ റിസ്ക് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും മൈഫിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന്. ഏതായാലും ഈ ഒരു മാർക്കറ്റ് പ്രസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. നമ്മുടെ ഇതുപോലത്തെ എക്സ്പേർട്ട് ഒപ്പീനിയൻസും മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് മൈഫിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ഏതായാലും അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി ഇപ്പോൾ അനിൽ ജോയിൻ ചെയ്യുന്നതാണ്.